الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സത്യവിശ്വാസികളെ, പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കുവാനും മരിക്കുവാനും സ്വർഗാവകാശികളായി തീരുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്നത് മഹത്തായ ഒരു വികാരമാണ്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് ജീവികളും മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ സുദൃഢമായി നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും അധികം സ്നേഹമുള്ളത് അള്ളാഹുവിനാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നമ്മളോടും നബിയുടെ അനുയായികളോടെല്ലാം അങ്ങേ അറ്റത്തെ സ്നേഹമായിരുന്നു. ഇസ്ലാമിൽ വിശ്വസിക്കാതെ ഒരാൾ നരകാവകാശിയാവുന്നത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനപ്പെടുത്തിയിരുന്നതായി ഖുർആൻ പറയുന്നു. ഫലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ല യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. സൂറത്തുൽ കഹഫ് 18-ാമത്തെ സൂറത്ത് 6-ാം വചനത്തിൽ ഈ സന്ദേശത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കാതെ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ദുഃഖത്താൽ നീ ജീവൻ എടുക്കുന്നവനായേക്കാം എന്നാണ് പ്രവാചകൻ അതിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ഞാൻ ആമുഖമായി ഊതി വെച്ച ഈ ആയത്ത് സൂറത്തു തൗബ 128-ാമത്തെ വാചകമാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത. ഹരീസുൻ അലൈക്കും. നിങ്ങളോട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷമാണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നമാ മസലി വ മസലുൻ നാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനൊരു മനുഷ്യനെ പോലെയാണ്. ഒരു വിളക്ക് കത്തിച്ച ഈയാമ്പാറ്റുകളും പ്രാണികളും അതിലേക്ക് ജീവൻ വെടിയുമാർ അതിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ നരകത്തിലേക്ക് വിവിധ പ്രവർത്തികളാൽ പാഞ്ഞെടുക്കുന്ന മനുഷ്യനെ അവൻ്റെ അരക്കെട്ട് പിടിച്ച് രക്ഷിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക വചനത്തിലൂടെ ഉദാഹരിക്കുന്നു. മാഇദ സൂറത്തിലെ ഒരു ആയത്തിൻ്റെ സബബുൽ നുസൂലിൽ, അതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ തഫ്സീറുകളിൽ കാണാം, തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഒരു രാവ് മുഴുവൻ പുറത്തു തരാൻ തേടുന്ന ഒരു റസൂലിനെ ശിക്ഷിക്കാൻ അർഹതയുണ്ട് നാഥ, എന്നിരുന്നാലും എൻ്റെ ഉമ്മത്തിന് നീ പാപമോചനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാവ് മുഴുവൻ പ്രാർത്ഥിക്കുന്ന റസൂലിനെ അതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നുവെന്ന്, തൻ്റെ ഉമ്മത്തിലുള്ള എല്ലാ ആളുകളോടും എല്ലാ മനുഷ്യരോടും അങ്ങേയറ്റത്തെ സ്നേഹം ഉള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിരവധി ആയത്തുകളും ഹദീസുകളും ചരിത്ര സംഭവങ്ങളും നമുക്ക് വിശദീകരിച്ചു തരുന്നു. അള്ളാഹു പറഞ്ഞതൊക്കെയും സ്വീകരിച്ച നബി, അള്ളാഹു ചോദിച്ചതൊക്കെയും സമ്മതിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തായിഫിൽ നിന്ന് തൻ്റെ ജനങ്ങൾ ഉപദ്രവിച്ച് ആട്ടിയോടിച്ച് തിരിച്ചു ഓടുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ തായിഫിലെ മലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലക്ക് ചോദിക്കുന്നുണ്ട്, ഈ മല അവരുടെ മേൽ മറിച്ചിട്ട് അവരെ ശിക്ഷിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിന് വിസമ്മതിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നാദാ, അവർ അറിയാത്തവരാണ്, നാളെയെങ്കിലും അവർ അതിലൊരാൾ ഹിദായത്ത് ലഭിച്ചേക്കാമെന്ന കാരുണ്യ പ്രതീക്ഷയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോഴുണ്ടായിരുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ മിക്കതും ഒറ്റ സ്വന്തത്തിന് വേണ്ടിയായിരുന്നില്ല, ഉമ്മത്തിനൊന്നാകെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ. തൻ്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ച് രാത്രി നമസ്കാരം നിർബന്ധമാകുമോ എന്ന് ഭയന്ന് അതിൽ നിന്നും പിന്തിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചരിത്രത്തിൽ കാണാം. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് പള്ളിയിലേക്കെത്തി. അതിൻ്റെ ആവേശത്തിൽ ജനങ്ങൾ ഓടിക്കൂടി. ധാരാളം ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ 4-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. അതിന് കാരണമായി അവിടുന്ന് പറഞ്ഞത്, നിങ്ങളുടെ ആവേശം കണ്ടിട്ട് ഇതെങ്ങാൻ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ്. അതുപോലെ ലൗലാ അൻ അശഖു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകൾക്ക് വിഷമകരമാവുമായിരുന്നില്ലെങ്കിൽ ലാ അമർത്തുക്കും മിസ്ആകിൻ ഇൻദ കുല്ലു വുളൂഇൻ, എല്ലാ വുളൂവിൻ്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂൽ, അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അങ്ങേറ്റം കരുണയും സ്നേഹവുമുള്ള ഒരു റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ നിരവധി സംഗതികൾ നബിവചനങ്ങളിലൂടെ നമുക്ക് ദർശിക്കാനാവും. തൻ്റെ ഉമ്മത്തിൻ്റെ സുരക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രധാനമായിരുന്നു. ഒരിക്കൽ മദീനയിൽ വെച്ച് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആളുകൾ ഭയവിഹ്വലരായി. ചിലരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്ത് നിന്നും തിരിച്ചിങ്ങോട്ട് വരുന്ന റസൂലിനെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ പ്രശ്നമെന്ന് ആദ്യമായി അന്വേഷിച്ചെത്തിയത് അവരുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല, അതൊരൊട്ടകത്തിൻ്റെ ശബ്ദമാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ മദീനയിൽ എത്തിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടത്. ഇങ്ങനെ ഏത് അർത്ഥത്തിൽ നോക്കിയാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അങ്ങേയറ്റ കാരുണ്യവും സ്നേഹവും കാണിച്ചിരുന്നു. ഭ്രാന്തനെന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്, മാരണം ബാധിച്ചവനെന്ന് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പരിഹസിക്കപ്പെട്ടിട്ടും പീഡനങ്ങൾ, അനവധി യുദ്ധങ്ങൾ പോലും സഹിക്കേണ്ടി വന്നിട്ടും അദ്ദേഹം എല്ലാം സഹിക്കുകയായിരുന്നു. പ്രവാചകത്വം തന്നെ വലിയൊരു ഭാരമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വഹി ലഭിക്കുന്ന പ്രവാചകന്റെ ചില സമയത്തുള്ള ഭാവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോടൊപ്പം
പ്രവാചകന്റെ തുടയും സെയ്ദ് ബിൻ സാബിത്തിന്റെ തുടയും ചേർന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചപ്പോൾ അതിന്റെ ഭാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ സാബിത്തിന്റെ തുടയിലേക്ക് അമർന്നുകൊണ്ട് തന്റെ തുടയല്ലുകൾ പൊട്ടി നുറുങ്ങിപ്പോകുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹു കടുത്ത തണുപ്പുള്ള ദിവസങ്ങളിൽ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് പൊടിയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഒട്ടകത്തിലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുമ്പോൾ ഒട്ടകത്തിന്റെ മുതുകുകൾ കുനിയുകയും അത് മുട്ടുകുത്തിപ്പോവുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം ഉമ്മത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തലയിലേറ്റിയത്. കടമുണ്ടായിരിക്കെ ഒരാൾ മരിച്ചാൽ മറ്റു വഴിയില്ലെങ്കിൽ ഞാൻ അവൻ്റെ കടം വീട്ടും, അവൻ ബാക്കിയാക്കുന്ന സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അറാഫ് 7-ാമത്തെ സൂറത്തിൽ 157-ാം വചനത്തിൽ ഇങ്ങനെ കാണുന്നു: വയളൗ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അവരുടെ ഭാരങ്ങൾ മുഴുവൻ, അവർക്ക് മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകൾ മുഴുവൻ ഇറക്കി വെച്ച ഒരു പ്രവാചകനെ ആ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. അനാഥകളെയും മഗതികളെയും ചേർത്ത് പിടിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് റോൾ മോഡലുകളുടെ പിന്നാമ്പുറ കഥകൾ നമ്മളെ ലജ്ജിപ്പിക്കുന്ന വിധം തലതാഴ്ത്തുന്ന സമകാല സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരാദർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. റസൂലിന്റെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും തലനാരിര കീറി പരിശോധിച്ചവരുണ്ട്. വിമർശകർ എവിടെയെങ്കിലും പഴുതുകൾ തേടി ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തല താഴ്ത്തേണ്ടി വരുന്ന ഒരനുഭവം നമുക്ക് കാണാൻ സാധിക്കില്ല. തല ഉയർത്തി പിടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു ആദർശമാണ് അദ്ദേഹം നമുക്കായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി അവശേഷിപ്പിച്ചത്. എൻ്റെ നബിയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് നമുക്ക് ഉച്ചസ്ഥരം തല ഉയർത്തിക്കൊണ്ട് പിടിച്ച് പറയാൻ സാധിക്കും. ആധുനിക കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഓരോന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. വലിയ സിദ്ധാന്തങ്ങൾ ചമച്ചവരുണ്ട്, പക്ഷേ പലതും അപ്രായോഗികമായ സിദ്ധാന്തങ്ങളായിരുന്നു. എന്നാൽ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ കഴിയാനുള്ള ഒരു ആദർശമായി ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് വിടവാങ്ങിയത്. നൂറ്റാണ്ടുകളായി വിമർശകർ ഇരിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു പുഴുക്കുത്ത് പോലും കാര്യകാരണ സഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ 2-ാമത്തെ സ്ഥാനത്തേക്കോ 3-ാമത്തെ സ്ഥാനത്തേക്കോ എങ്കിലും ഒരാളെ നിർദ്ദേശിക്കാൻ, ചൂണ്ടിക്കാണിച്ചു തരാൻ മറ്റൊരാൾക്ക് സാധിക്കും. അത്രയും ഔന്നത്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. ദി 100 മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ മൈക്കിൾ എച്ച് ഹാർട്ട് 1-ാമത്തെ മനുഷ്യനായി സെലക്ട് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പലവരും നമ്മൾ കേട്ടവരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, നിങ്ങളെ ലോക ജനതയ്ക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ വാക്യം എത്ര ശരിയാണ്. നബിയെ ഒരിക്കൽ വിശേഷിപ്പിച്ചത് നൂർ എന്നാണ്. നൂർ, പ്രകാശം എപ്പോഴും നേരെ ദിശയിലാണ് സഞ്ചരിക്കുക. ഇതുപോലെ നേരെയിൽ വക്രതയില്ലാത്തൊരു ജീവിതവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. തെറ്റിനെ മാത്രം അദ്ദേഹം തിരുത്തിയത്, ആളെ എടുത്തു പറയാതെ മൊത്തത്തിൽ തിരുത്തുന്ന ഗുണകാംക്ഷയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത്രയും സ്നേഹം നമ്മോട് കാണിക്കുന്ന നബിയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണം എന്ന് തന്നെയാണ് നമ്മുടെ ഉത്തരം. സൂറത്തു തൗബയിൽ കൊല്ലിൻ കാന ആബാഉക്കും വഅബ്നാഉക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന, ദൈനംദിനം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്.
മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, ബന്ധുക്കൾ, സമ്പാദിച്ച സ്വത്തുക്കൾ, മാന്ദ്യം ഭയപ്പെടുമെന്ന് നമ്മൾ ഭയപ്പെടുന്ന കച്ചവടം, നമുക്ക് തൃപ്തിപ്പെടുന്ന നമ്മുടെ വീടുകൾ, പാർപ്പിടങ്ങൾ, ഇവയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, ഇവയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെങ്കിൽ നിങ്ങൾ ശിക്ഷ കാത്തിരുന്നു കൊള്ളുക എന്നാണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അങ്ങനെയുള്ളവർ അള്ളാഹു നേർവഴിയാക്കില്ല. ഏറ്റവും അധികം ഇഷ്ടം നബിയോടായിരിക്കണം എന്നാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അള്ളാഹുവിനെയും ദൂതനെയും എല്ലാറ്റിനേക്കാളും ഉപരി സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വല്ലാഹി ലാ അൻത യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ റസൂലേ നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്തായിരുന്നു? ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും സത്യവിശ്വാസി ആവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, തൻ്റെ ശരീരത്തെക്കാളും തൻ്റെ ജീവനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ. ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, തൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, എല്ലാ ആളുകളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത് വരെ നമ്മൾ സത്യവിശ്വാസികളാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബിയെ സ്നേഹിക്കുന്ന, നബിയുടെ സ്നേഹം നുകർന്ന് നമ്മൾ നബിയെ സ്നേഹിക്കുന്ന നല്ല അടിമകളും മുത്തക്കികളുമായി ജീവിക്കാൻ തയ്യാറാവേണ്ടത് നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രപഞ്ചനാഥനായ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവശക്തനായ നാഥനെ സൂക്ഷിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഉണർത്തുകയാണ്. നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളോട് അങ്ങേയറ്റത്തെ പ്രിയമുള്ളവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മളോട് ഇഷ്ടപ്പെട്ട, നമ്മൾ ഉമ്മത്തിനെ എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് അങ്ങോട്ടും ഇഷ്ടപ്പെടണമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എങ്ങനെയായിരിക്കണം ഈ ഇഷ്ടം, എങ്ങനെയൊക്കെ നമുക്കത് പ്രകടിപ്പിക്കാം എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അല്പം വിശദീകരിച്ച് പറയേണ്ടതായതിനാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അളക്കാൻ പറ്റുന്ന ഒരു സ്കെയിലായി, മാനദണ്ഡമായി 2-3 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹും കൂടിയുള്ള ഒരു സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരികയാണ്. സുബഹിന്റെ മുമ്പാണ് സമയം. കുറേ ആളുകൾ അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലുന്നുണ്ട്. അവരുടെ നേതാവ് അവർ മറ്റ് പരിപാടിയിലേക്കൊക്കെ തിരിച്ചു പോകാതിരിക്കാൻ, അനാവശ്യമായ എന്തിലേക്കെങ്കിലും അവരുടെ ശ്രദ്ധ പോകാതിരിക്കാൻ അവരുടെ നേതാവ് പറയുന്നു, കബ്ബിറൂമിയ, നിങ്ങൾ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. അങ്ങനെ അവർ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. നമ്മൾ തസ്ബീഹ് വാങ്ങൊക്കെ ഉപയോഗിക്കുന്നത് മാതിരി ഇങ്ങനെ കല്ലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ എണ്ണിയിട്ട് 100 പ്രാവശ്യം ഒരു അല്ലാഹു അക്ബർ എന്ന് പറയും. അത് കഴിഞ്ഞാൽ അദ്ദേഹം പറയും, നിങ്ങൾ സബ്ബിഹൂമിയ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയും. നിങ്ങൾ 100 പ്രാവശ്യം ഹല്ലിലൂമിയ, നിങ്ങൾ 100 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ അവർ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിങ്ങനെ എണ്ണിക്കണക്കാക്കി ചെയ്യുന്നത് കണ്ട അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ പോയി വിളിക്കുക. എന്നിട്ട് 2 പേരും പള്ളിയിലേക്ക് വരും. ദീർഘമായ സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. അവർ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? മാ നുരീദു ഇല്ലൽ ഖൈർ, ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സഹാബികളായിരുന്ന അവരോട് ഈ ആളുകൾ പറഞ്ഞത്. വളരെ അർത്ഥഗാംഭീര്യമുള്ള
പദങ്ങളാണ്, നമ്മളെപ്പോഴും ഉരുവിടേണ്ട പദങ്ങളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ഉള്ളത്. എന്നാൽ എന്തായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? പലർക്കും അറിയാവുന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിട്ട് അധിക നാളായിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിത്തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ പിന്നിപ്പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബികൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടുകയാണോ? അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഒക്കെ ദീനിലുള്ളതാണ്. അതിന് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപം, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു പ്രത്യേക രീതി നമുക്ക് പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളോട് അളന്നു നോക്കാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ദീർഘമായ ഹദീസിന്റെ ഒടുവിൽ ഇമാം ദാരിമി ഉദ്ധരിക്കുന്നത് എന്താണെന്നറിയാം? മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യുന്ന ആളുകളിൽ പിൽക്കാലത്ത് ഈ കൂട്ടം കൂടിയിരുന്നവരെ കാണുകയുണ്ടായി എന്നാണ്. ഇനി രണ്ടാമത്തെ ഹദീസ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പ്രാർത്ഥന ബറാ ഇബ്നു ആസിബിന് പഠിപ്പിക്കുകയാണ്. രാത്രി കിടക്കുമ്പോൾ നീ നമസ്കാരത്തിലെ പോലെ വുളൂ ചെയ്യുക, എന്നിട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക എന്ന് തുടങ്ങിയ ആ പ്രാർത്ഥന, നമ്മുടെ മുഖം നിനക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു, കാര്യങ്ങൾ അല്ലാഹുവേ നിന്നിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ അതിങ്ങനെ ചൊല്ലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വനബിയിക്കല്ലദീ അർസൽത എന്നൊരു ഭാഗം അദ്ദേഹം പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബിന് പഠിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. ബറാ ആസിബ് മനപ്പാടമാക്കി ആ പ്രാർത്ഥന തിരിച്ചു ചൊല്ലിക്കൊടുത്തു. എല്ലാം അതേപോലെ തന്നെ ചൊല്ലി വനബിയിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞതിന് പകരം റസൂലിക്കല്ലദീ അർസൽത എന്നാണ് അദ്ദേഹം ചൊല്ലിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നബി എന്ന പദത്തിനേക്കാൾ അർത്ഥഗാംഭീര്യമുള്ള പദമാണ് റസൂൽ എന്ന പദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അത് അംഗീകരിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നബി എന്നാണ് ഞാൻ അവിടെ പഠിപ്പിച്ചത്, അതിനേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ വകയായി ഒന്നും ചേർക്കേണ്ടതില്ല എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത് ഉള്ള ഹദീസ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ്. മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വരുന്നു. അങ്ങനെ അവർ, നബി അവിടെ ഇല്ല, ആയിഷ റളിയല്ലാഹു അൻഹയോട് ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങൾ നോമ്പ് വെക്കും, ചില ദിവസം നോമ്പുണ്ടാവില്ല. രാത്രി കുറച്ച് സമയം നമസ്കരിക്കും, കുറച്ച് നേരം കിടന്നുറങ്ങും. പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്നു. പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് മതി. പക്ഷേ പാപികളായ ദോഷങ്ങൾ ഒരുപാട് ചെയ്ത് നമുക്കത് എന്ന് അവർ 3 പേരും തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഒരാൾ പറയുന്നു, ഞാൻ രാത്രി ഉറങ്ങുകയില്ല, എന്നും നമസ്കരിക്കും. മറ്റൊരാൾ പറയുന്നു, ഞാനിനി എല്ലാ ദിവസവും വിടാതെ നോമ്പ് നോൽക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാനിനി കുടുംബജീവിതം അനുഷ്ഠിക്കുന്നില്ല, സദാ അള്ളാഹുവിൻ്റെ ആരാധനയിലായി എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി ഞാൻ ഇനി കഴിഞ്ഞുകൂടും. നല്ലതാണ് അവർ പറഞ്ഞത്. അവർ പിന്തിരിഞ്ഞ് പോയപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുന്നത്. തിരിച്ചു വിളിച്ചിട്ട് റസൂൽ അവരോട് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, അതിനേക്കാൾ വലുതായി ഒന്നും നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. ഞാനാണ് നിങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. എൻ്റെ ചര്യയിലില്ലാത്ത ഒന്നും സ്വീകരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഈ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്നാണ് അർത്ഥം. ഈ 3 ഹദീസുകൾ നമ്മുടെ പ്രവൃത്തികളെ പരിശോധിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അള്ളാഹു യഥാവിധി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന മാതൃക പിൻപറ്റുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണമേ. മലിക്കുൽ ജബ്ബാറായ നാഥ,
ഞങ്ങളുടെ മനസ്സിൽ സമാധാനവും സംതൃപ്തിയും നിറക്കണേ തമ്പുരാനെ. പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ വിജയകരമായി പൂർത്തിയാക്കാൻ നീ ഞങ്ങൾക്ക് കെൽപ്പേകണമേ തമ്പുരാനെ. വാഹനാപകടങ്ങൾ പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, പ്രയാസപ്പെടുത്തുന്ന മറ്റ് ദുരനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ തമ്പുരാനെ. കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ ഞങ്ങൾക്കിടയിലുണ്ട്. അതാ നീ അതിന് ആശ്വാസം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, ഇതുപോലെ പള്ളിയിൽ ഒത്തുകൂടാനാവാത്ത രോഗങ്ങൾ കൊണ്ട് പീഡ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ നീ സുഖമാക്കണമേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات